ഹലോ, നമ്മളപ്പോൾ ഇന്നെടുക്കാൻ പോകുന്നത് BNSSൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. നമ്മളോട് ചോദിച്ചു BNS ക്ലാസ് എടുത്ത പോലെ എന്തുകൊണ്ടാണ് ഫോട്ടോകൾ വെച്ചെടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ BNSS ഫുള്ള് നടപടിക്രമങ്ങളാണ്. ചിലപ്പോൾ ഫോട്ടോ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ചിലപ്പോൾ കണക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പിന്നെ ഡയറക്റ്റ് ഇത് വായിച്ച് പറഞ്ഞു തരാമെന്നുള്ള ഇതിലെത്തിയത്. അപ്പോൾ നമുക്ക് സെക്ഷനുകളിലേക്ക് കിടക്കാം. സെക്ഷൻ 48. സെക്ഷൻ 48 പറയുന്നത് അറസ്റ്റിനെ കുറിച്ച് ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കലിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബന്ധുവിനെയോ ബന്ധുക്കളെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളെ അറിയിക്കണം. വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവരെ അറിയിക്കണം. ഫോൺ വിളിച്ച് അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അതുകൂടാണ്ട് ഈ വ്യക്തിയെ അറസ്റ്റിലായ വിവരം ജില്ലയിലെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനും ആ ഇൻഫർമേഷൻ കൈമാറേണ്ടതാണ്. അതാണ് സെക്ഷൻ 48 പറയുന്നത്. അതുകൂടാതെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു റെക്കോർഡ് അവിടുത്തെ സ്റ്റേഷനിലത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കണം. അതാണ് സെക്ഷൻ 48 പറയുന്നത്. അതായത് ആലോചിച്ച് വയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്യാൻ സെർച്ചിനെ കുറിച്ച് 4 ദിക്കിനും അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം 4 ദിക്കിനും അന്വേഷിച്ചു. 4 ദിക്കിനും അന്വേഷിച്ച് അറസ്റ്റ് 8 എന്ന് പറയുമ്പോൾ പെട്ടു എന്ന് ആലോചിക്കാം. 48 എന്ന് പറയുന്നത് 4 ദിക്കിന് അറസ്റ്റ് ചെയ്ത് പെട്ടു. ഈ കാര്യം ബന്ധുക്കളെ അറിയിക്കണം. പെട്ടു എന്നുള്ള കാര്യം ബന്ധുക്കളെ അറിയിക്കണം. അതാണ് 48 പറയുന്നത്. ഇനിയാണ് സെക്ഷൻ 49. സെക്ഷൻ 49 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ പരിശോധിക്കലിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കേസുകൾ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ജാമ്യം എടുക്കാൻ വ്യവസ്ഥ ചെയ്യാത്ത, അതായത് ജാമ്യം കിട്ടാത്ത വാറന്റിന് കീഴിൽ അല്ലെങ്കിൽ വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തി വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ പരിശോധിക്കലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 49 പറയുന്നത്. അതായത് 4 ദിക്കിനും പിടിച്ച ആളെ പരിശോധിക്കണം. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യണം? പരിശോധനയ്ക്ക് ശേഷം അവരുടെ കയ്യിൽ നിന്ന് കിട്ടണ ഡ്രസ്സ് ഒഴികെ ബാക്കി അധികം ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും, മൊബൈലും വേറെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കണം. കസ്റ്റഡിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റ് ഏൽപ്പിക്കണം. ആളുടെ കയ്യിൽ എന്തൊക്കെ ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് ആ പ്രതിക്ക് റെസീപ്റ്റ് നൽകണം. ഇതാണ് ഇവിടെ പറയുന്നത് സെക്ഷനിൽ. ഇനി സ്ത്രീകളുടെ ദേഹപരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം മറ്റൊരു വനിതാ പോലീസ് തന്നെ വേണം. അപ്പോൾ സെക്ഷൻ 49 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പരിശോധനയെ കുറിച്ചാണ്. അടുത്താണ് സെക്ഷൻ 50. സെക്ഷൻ 50 പറയുമ്പോൾ 50 എന്ന് പറയുമ്പോൾ അമ്പടാന്ന് ആലോചിക്കുക. അമ്പട വെപ്പൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 50 പറയുന്നത് ഈ നമ്മൾ പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ, ഈ പരിശോധിക്കുന്ന സമയത്ത് ആക്രമിക്കാൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ഇനി ഈ പിടികൂടിയ സാധനങ്ങൾ ഇപ്പോൾ സ്വകാര്യ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കോടതിക്കോ ആയിട്ട് അത് കൈമാറണം ആ ആയുധങ്ങൾ. അപ്പോൾ സെക്ഷൻ 50 എന്ന് പറയുമ്പോൾ പവർ ടു സീസ് ഒഫെൻസീവ് വെപ്പൻസ്, ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം, സെക്ഷൻ 50. അടുത്തതാണ് സെക്ഷൻ 51. ഇനി ഒരു 3 സെക്ഷനുകൾ നമ്മൾ അഞ്ജു എന്ന് പറഞ്ഞ ഒരാളായിട്ട് കണക്ട് ചെയ്യട്ടാ. അഞ്ജു എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഓർത്ത് വയ്ക്കുക അഞ്ജു. അപ്പൊ സെക്ഷൻ 51 പറയുന്നത് അഞ്ജു ഒന്ന് പരിശോധിക്കൂ എന്ന് പറയുന്നതാണ്. 5(1). അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സിക്കാൻ പരിശോധിക്കുന്നത്. ഇവിടെ എന്താ പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആൾക്കൊരു വൈദ്യ പരിശോധന നടത്താൻ പറ്റും പ്രതിയുടെ മേലെ. അതായത് അറസ്റ്റ് ചെയ്യണ ആ കുറ്റത്തിനനുസരിച്ചിരിക്കുന്നത്. അതായത് മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ആ പ്രതിനെ വൈദ്യ പരിശോധന നടത്താം. ഇനി ഇങ്ങനെ വൈദ്യ പരിശോധനയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? ബലമായിട്ടും ആ പരിശോധന നടത്താം. സ്ത്രീയാണെങ്കിൽ ലേഡി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. ഇതൊക്കെയാണ് സെക്ഷൻ 51 പറയുന്നത്. ഇനി ഈ പരിശോധന എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. DNA പ്രൊഫൈലിങ് മുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന എന്ത് സ്രവമാണെങ്കിലും, രക്തക്കറ മുതൽ മുടി, നമ്മുടെ നഖം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ ആ സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അതായത് ആ കുറ്റം തെളിയിക്കാൻ കേസിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന് പ്രതി സമ്മതിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ചും ആ പരിശോധന നടത്താം. അപ്പോൾ സെക്ഷൻ 51 പോലീസിന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സിക്കാനായിട്ട് പരിശോധിക്കുന്നത്.
അടുത്തതാണ് സെക്ഷൻ 52. സെക്ഷൻ 52 പറയുന്നത് ബലാത്സംഗം ആരോപിക്കപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ പ്രാക്ടീഷണർ വൈദ്യപരിശോധന നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് അഞ്ജുവിൻ്റെ അടുത്ത് ബലാത്സംഗം ചെയ്ത 2 ആളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വേറെ ഇതിൽ ആലോചിച്ച് വെച്ചോ, ഇതിങ്ങനെ മറക്കില്ല, 2 കെട്ട ഒരാളെ കൊണ്ടുവന്നു പറയാം. കാരണം അങ്ങനത്തെ ആൾക്കാരാണല്ലോ ബലാത്സംഗമൊക്കെ ചെയ്യുള്ളൂ, അങ്ങനെ ആലോചിക്കാം. അപ്പം 5(2) ബലാത്സംഗം ആരോപിക്കപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ പ്രാക്ടീഷണർ വൈദ്യപരിശോധന നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 52 പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലാത്സംഗം ആരോപിക്കപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ ആളുടെ ശരീരത്തിൽ നടത്തേണ്ട പരിശോധനയെ കുറിച്ചിട്ടാണ്. അതായത് ചിലപ്പോൾ ആളുടെ ശരീരം പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമായ തെളിവുകൾ കിട്ടുന്ന പോലീസിന് തോന്നിക്കഴിഞ്ഞാൽ ആളെ വൈദ്യപരിശോധനയ്ക്കായിട്ട് അയക്കാം. അപ്പം ആളുടെ എന്തൊക്കെയാണ് പരിശോധന നടത്തേണ്ടതെന്ന് ഉണ്ട്. മെയിനായിട്ട് പ്രതിയെയും അവനെ കൊണ്ടുവന്ന കുറ്റാരോപിതൻ്റെയും പേരും വിലാസം, പിന്നെ പ്രതിയുടെ പ്രായം, പിന്നെ പ്രതിക്ക് മേത്ത് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെ കുറിച്ചിട്ട്, പിന്നെ DNA പ്രൊഫൈലിനായിട്ട് ആ പ്രതിയുടെ മേത്തുനിന്ന് മുടി ഒന്നേക്കോ എന്തെങ്കിലുമൊക്കെ എടുക്കാം, പിന്നെ മറ്റ് എന്തെങ്കിലും മെറ്റീരിയലുകളുടെ വിശദാംശങ്ങളുടെ ന്യായമായ വിശദീകരണം, ഇതൊക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഈ മെഡിക്കൽ പ്രാക്ടീഷണർ റെഡിയാക്കി കൊടുക്കണം. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 52. അടുത്തതാണ് സെക്ഷൻ 53. 53 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. അതായത് നമ്മൾ 5 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ 5 കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കൂടെ. അതായത് ഇതിനെ മെഡിക്കലിനും കൂടി ഓർത്ത് വയ്ക്കുക. അതായത് 5 ഒരു ഡോക്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തിരിച്ചിട്ടപ്പോൾ മെഡിക്കൽ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 5(3) എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. നമ്മൾ പോലീസ് അഭ്യർത്ഥനയുടെ മേലെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് പറഞ്ഞു. ബലാത്സംഗം ചെയ്യുമ്പോൾ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് പറഞ്ഞു. 53 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അവിടെ ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് അയാളെ പരിശോധിക്കേണ്ടതാണെന്നാണ്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട്, ഇങ്ങനെ സ്ത്രീ ആണെങ്കിൽ വനിതാ മെഡിക്കൽ ഓഫീസർ ആണെന്ന് നമുക്കറിയാം. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ മേത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോന്നോ, ആളെന്തെങ്കിലും ആക്രമണത്തിലോ അതിൻ്റെ എന്തെങ്കിലും അടയാളങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ സമയം നിർവചിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം സമയം രേഖപ്പെടുത്തി ഈ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് റെഡിയാക്കണം. എന്നിട്ട് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത്, അറസ്റ്റ് ചെയ്യപ്പെട്ട നാമനിർദ്ദേശം ചെയ്യുന്ന ആൾക്കോ ഈ പ്രസ്തുത മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ പ്രാക്ടീഷണർ കൊടുക്കേണ്ടതാണ്. അതാണ് സെക്ഷൻ 53 പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഏതൊരു വ്യക്തിയെയും ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതിനെ കുറിച്ചിട്ട്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 54. സെക്ഷൻ 54 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ തിരിച്ചറിയലിനെ കുറിച്ചിട്ടാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റഡ്. ഇവിടെ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ കറക്റ്റ് കുറ്റവാളി തന്നെയാണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാക്ഷികളോ അങ്ങനെ ആരെങ്കിലും വെച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. അതിനെ കുറിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 54. ഈ 5(4) എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാനായിട്ട് 5 എന്ന് പറയുമ്പോൾ അറസ്റ്റ് എന്ന് ആലോചിക്കുക. 4 സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിരുത്തി ഓരോരോ വേറെ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിനെ തിരിച്ചറിയാനും, പിന്നെ ആ ഫോട്ടോ വെച്ചിട്ട് ഈ വ്യക്തി തന്നെയാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നൊക്കെ ഉള്ള തിരിച്ചറിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. 5(4) എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ തിരിച്ചറിയലിനെ കുറിച്ചിട്ട്. ഇനി ഇവിടെ തിരിച്ചറിയലിനെ കൊണ്ടുവരുമ്പോൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും വൈകല്യമുള്ള ആളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിലാണ് നടക്കേണ്ടത്. ഇനി ആ വ്യക്തിക്ക് സുഖപ്രദമായ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഈ തിരിച്ചറിയൽ നടത്താൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് ഈ സെക്ഷനിൽ പറയുന്നത് 5(4). അടുത്താണ് സെക്ഷൻ 55. സെക്ഷൻ 55 പറയുന്നത് വാറണ്ട് ഇല്ലാതെയുള്ള അറസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടെ പറയുന്നത് ഒരു പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ കീഴുദ്യോഗസ്ഥനെ എപ്പോഴൊക്കെയാണ് നിയോഗിക്കുക, ആ നിയോഗിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ട്. അതായത് ചിലപ്പോൾ ഒരു മെയിൻ പോലീസ് ഓഫീസർക്ക് തന്നെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. വാറണ്ട് ഇല്ലാത്ത അറസ്റ്റും കൂടി ആയിരിക്കും അത്. അപ്പോൾ ഒരു കീഴുദ്യോഗസ്ഥനെ വിടുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്നുമില്ല, ഒരു താഴ്ന്ന വേറൊരു കീഴുദ്യോഗസ്ഥനെ വിടുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ, അതായത് വാറണ്ട് ഇല്ല, എന്തായാലും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ഒരു ഉത്തരവ് രേഖാമൂലം
ആ വ്യക്തിക്ക് കൈമാറണം, ആ ഉദ്യോഗസ്ഥന് കൈമാറണം. അപ്പോൾ മാത്രമാണ് ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉത്തരവിൽ നിയമപരമായി അറസ്റ്റ് ചെയ്യാനുള്ള ആ കുറ്റകൃത്യം, അതിൻ്റെ കാരണം അതൊക്കെ വ്യക്തമാക്കിയിട്ട് വേണം ആ ഉത്തരവ് കൊടുക്കാൻ. അതായത് ഇനി അറസ്റ്റ് ചെയ്യാൻ പോണ വ്യക്തി ആ രേഖ ആവശ്യപ്പെടുക, വാറണ്ടില്ലാതെ എന്തിനാ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഉദ്യോഗസ്ഥന് ഈ രേഖ കാണിച്ചു കൊടുത്ത് ആ വ്യക്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതാണ് സെക്ഷൻ 55 പറയുന്നത്. 5 എന്ന് പറയുമ്പോൾ 5 തിരിച്ചിട്ട് കഴിഞ്ഞാൽ വാ പോലെ വായിക്കാലോ. മറ്റേ 5 അറസ്റ്റ് ആലോചിക്കും. അപ്പോൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ സെക്ഷൻ 55. അടുത്താണ് സെക്ഷൻ 56. സെക്ഷൻ 56 പറയുന്ന 5 എന്ന് പറയുമ്പോൾ അറസ്റ്റ് ആലോചിക്കുക, 6 എന്ന് പറയുമ്പോൾ ആരോഗ്യം എന്ന് ആലോചിക്കുക. അപ്പോൾ അത് മറക്കില്ല. അറസ്റ്റിലായ വ്യക്തിയുടെ ആരോഗ്യത്തിനെയും സുരക്ഷേനെയും കുറിച്ചിട്ടാണ് സെക്ഷൻ 56 പറയുന്നത്. അതായത് പ്രതിയുടെ ആരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച ന്യായമായ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 56. അത് അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ കടമയാണെന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 56 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. അടുത്തതാണ് സെക്ഷൻ 57. സെക്ഷൻ 57 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന്റെയോ പോലീസ് ഉദ്യോഗസ്ഥന്റെയോ ചുമതലയുള്ള ഓഫീസറുടെ മുമ്പാകെ ഹാജരാക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതായത് 5 എന്ന് പറയുമ്പോൾ അറസ്റ്റ് ആക്കിയ വ്യക്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്തണം, വലിയ ആൾക്കാരുടെ മുമ്പിൽ, കോടതിയുടെ ഒക്കെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തണം എന്ന് ആലോചിക്കുക. 5 അറസ്റ്റ് ചെയ്ത വ്യക്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്തണം. അതായത് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അധികാര പരിധിയിലുള്ള ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ എന്ത് ചെയ്യണം, ആളെ ഹാജരാക്കണം. നമുക്കറിയാതെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം. അതാണ് ഇപ്പൊ സ്വകാര്യ വ്യക്തിയാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള SHOയുടെ മുമ്പാകെ എന്ത് ചെയ്യണം, ഹാജരാക്കണം. അതാണ് സെക്ഷൻ 57 പറയുന്നത്. അറസ്റ്റ് ചെയ്ത വ്യക്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്തണമെന്ന് ആലോചിക്കുക. അടുത്ത് പറയുന്നതാണ് സെക്ഷൻ 58. സെക്ഷൻ 58 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിന് മുകളിൽ തടങ്കലിൽ വെക്കരുതെന്നാണ്. അതായത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ആളെന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഈ 24 മണിക്കൂറിൽ ഈ സ്റ്റേഷനിൽ നിന്ന് കോടതിക്കുള്ള ദൂരം കൂട്ടില്ല കേട്ടോ. അത് കൂട്ടാണ്ട് 24 മണിക്കൂറിന് കൂടുതൽ നേരം എന്ത് ചെയ്യാൻ പാടില്ല, തടങ്കലിൽ വെക്കാൻ പാടില്ല. ഇത് ഓർത്തിരിക്കാനായിട്ട് 5 8 എത്ര, 5 8 3 8 × 3 24. ഞങ്ങൾ അങ്ങനെയാണ് ഓർത്ത് വെച്ച. 5 8 3 8 × 3 എന്ന് പറയുമ്പോൾ 24 ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യണം, 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കാൻ പാടില്ല. പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡിറ്റൈൻഡ് മോർ ദാൻ 24 hours. അടുത്താണ് സെക്ഷൻ 59. സെക്ഷൻ 59 പറയുന്നത് പോലീസ് ആശങ്കകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് പോലീസിന്റെ ടെൻഷനുകൾ അങ്ങനെ ആലോചിക്കുക. പോലീസ് ടു റിപ്പോർട്ട് അപ്രഹെൻഷൻസ്. അതായത് ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ജില്ലാ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുകയാണെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അവരുടെ സ്റ്റേഷൻ പരിധിയിൽ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടാവില്ലേ, ആ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത വ്യക്തികളുടെ കേസുകളുടെ അവർ ജാമ്യത്തിലാണെങ്കിലും അല്ലെങ്കിലും അവരുടെ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം കോടതിയിൽ. ആ മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് ജാമ്യത്തിലാണെങ്കിൽ പോലും എല്ലാത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതാണ് സെക്ഷൻ 59 പറയുന്നത്. അതായത് പോലീസ് ആശങ്കകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 59. അടുത്തത് പറയുന്നതാണ് സെക്ഷൻ 60. സെക്ഷൻ 60 പറയുന്നത് ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രഹെൻഡഡ്. അതായത് പിടിയിലായ ആളുടെ ഡിസ്ചാർജിനെ സംബന്ധിച്ച്. അതായത് എന്തെങ്കിലും ഒരു കേസ് ആളുടെ മേലെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തം ബോണ്ടിലോ ജാമ്യത്തിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം ഈ 2 അവസ്ഥയിലല്ലാണ്ട് ആളെ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പാടില്ല എന്നാണ്. അതെന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അതിന് പറയണ സെക്ഷൻ ബേസ് ആയിട്ട് നിയമപരമായിട്ട് അത് പറയണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് സെക്ഷൻ 60. പിടിയിലായ ആളുടെ ഡിസ്ചാർജിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 60. ഇനി സെക്ഷൻ 61. സെക്ഷൻ 61 പറയുന്നത് പവർ ഓൺ എസ്കേപ്പ് ടു പെർസ്യൂ ആൻഡ് റീടേക്ക്. അതായത് രക്ഷപ്പെടാനും പിന്തുടരാനും തിരിച്ചു പിടിക്കാനുള്ള അധികാരം. അതായത് ഇപ്പൊ ഒരാളെ കസ്റ്റഡിയിലാക്കി വെച്ചേക്കാന്ന് വിചാരിക്കുക. ആ കസ്റ്റഡിയിലെ ആള് രക്ഷപ്പെട്ടു പോയിന്ന് വിചാരിക്കുക, ഓടിപ്പോയിന്ന് വയ്ക്കുക. അങ്ങനെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരുടെ കസ്റ്റഡിയിൽ നിന്നാണ് ആളെ രക്ഷപ്പെട്ടെ, ആ കസ്റ്റഡിയിലുള്ള ആളെ കസ്റ്റഡിയിലെടുത്ത ആ ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് ആളെ പിന്തുടർന്ന് പിടിക്കാൻ പറ്റും. അതിനുള്ള അധികാരമുണ്ട്, അതിനുള്ള ആ പവറുണ്ട്. ആ പവറിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 61 പറയുന്നത്. 6(1) എന്ന് പറയുമ്പോൾ അറസ്റ്റിലായ ഒരാളെ അല്ലെങ്കിൽ എസ്കേപ്പ് ആയ ഒരാളെ പിന്തുടർന്ന് പിടിക്കാം.
അറസ്റ്റിലായ ഒരാളെ പിന്തുടർന്ന് പിടിക്കാം 6(1). അപ്പം ഇത്രയും സെക്ഷനുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനി അടുത്ത 63 മുതലുള്ള സെക്ഷൻ സമ്മൻസ് ആൻഡ് വാറന്റിനെ കുറിച്ചിട്ടാണ്. അപ്പം അത് അടുത്തൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പം ഇതുവരെയുള്ള എടുത്ത സംഭവങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അത് ഇട്ടോളൂ, മറക്കരുത്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.